ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. ഈ ബ്രെഡ് ടോസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 3 പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്, 2 മുട്ടയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിഷിലേക്ക് മുട്ട പൊട്ടിച്ചു കൊടുക്കാം. നമുക്കിതിലേക്കൊരു 60 ml പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഈ മുട്ടയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു ഡിഷിലേക്ക് 1 പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് വശം കട്ട് ചെയ്യണമെന്നില്ല. ഇതിലേക്ക് കുറച്ച് മുട്ടയും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കാം. അടുത്ത പീസും കൂടെ വെച്ച് കൊടുക്കാം. അതിലേക്കും ഈ മുട്ടയും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ പീസും നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. നന്നായിട്ട് കുതിർന്ന ഈ ആദ്യത്തെ പീസ് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്ത പീസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പാലും മുട്ടയും കൂടെ ചേർക്കാം. ആദ്യം മാറ്റി വെച്ചിരുന്ന ബ്രെഡും കൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ ഇതിൽ അബ്സോർബ് ചെയ്യണം. ആ മുട്ടയെല്ലാം നമ്മൾ ബ്രെഡിൽ നല്ലതുപോലെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യട്ടെ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ ബ്രെഡും ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ 3 പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് വരട്ടെ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പം നല്ല സോഫ്റ്റായിട്ടും നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ടോസ്റ്റ് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ സൈഡും എല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.